നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികളായ BJPയും ശ്രീരാമനും തമ്മിലുള്ള ബന്ധം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അയോധ്യ പ്രക്ഷോഭം, ബാബരി മസ്ജിദിൻ്റെ തകർച്ച, മാത്രമല്ല അതിനുശേഷം നടന്ന BJPയുടെ ഒരു വളർച്ച, ഇതൊക്കെ തന്നെ ശ്രീരാമൻ എന്ന നമ്മളൊക്കെ ആരാധിക്കുന്ന ആ മാതൃകാ പുരുഷൻ, ആ ഒരു അവതാരത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് വന്നത് എന്നതാണ് ചരിത്രം. അത്തരത്തിലുള്ള വിമർശനങ്ങൾ BJP ഇതിനകം തന്നെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രചരണവും വിമർശനങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു തരത്തിൽ ശ്രീരാമനെ ഉപയോഗിക്കാൻ BJP ശ്രമിക്കുകയാണോ, കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്നും വരുന്ന ചില വീഡിയോകളും ചിത്രങ്ങളും നമ്മളെ ആ രീതിയിലാണ് ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ പുതിയ ട്രെയിനുകൾ ഇറക്കുകയാണ് നമ്മുടെ രാജ്യം. അതിൻ്റെ പൈലറ്റ്, അതായത് ലോക്കോയിൽ ഇപ്പോൾ ശ്രീരാമൻ്റെ ചിത്രം ആലേഖനം ചെയ്ത, പൂർണ്ണമായും കാവിയിൽ കുളിപ്പിച്ച, അതിൽ ശ്രീരാമൻ ഇങ്ങനെ അമ്പെയ്യുന്ന അത്തരത്തിലുള്ളൊരു ചിത്രമാണ് ഇപ്പോൾ ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾ ഇറക്കിയിരിക്കുന്നത്. അതായത് ഭാരതാംബയെ തൊഴാത്ത ആളുകൾ ഇത് കണ്ട് ഇനി കുരുപൊട്ടും എന്ന തരത്തിലാണ് ഈ സംഘ അനുകൂലികൾ ഇത്തരം വീഡിയോകളൊക്കെ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. മാത്രമല്ല ഇത്തരം എഞ്ചിനുകൾ ഇനി വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള എഞ്ചിനുകളാണോ എന്ന സംശയങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ശ്രീരാമനെ വീണ്ടും ഉപയോഗിക്കുന്നു. അത് റെയിൽവേയുടെ അല്ലെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന ട്രെയിനുകളുടെ മുഖം മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ശ്രീരാമനെ നമ്മുടെ ട്രെയിനുകളിലൊക്കെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിലൂടെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണോ BJP ശ്രമിക്കുന്നതെന്ന വിമർശനമാണ് ഈ കാര്യത്തിലും ഉയരുന്നത്. ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും സംഘപരിവാർ ഗ്രൂപ്പുകൾ ഇത് സജീവമായി ഉപയോഗിക്കുന്നുണ്ട്, അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഭാരതാംബയെ തൊഴാത്തവർക്ക് ഇനി ശ്രീരാമനെ കണ്ട് തൊഴാം എന്നൊക്കെയാണ് ഈ കമൻറ്റുകളിലൂടെ അവർ പങ്കുവയ്ക്കുന്നത്.